ചോറിൻ്റെ കൂടെ കഴിക്കാൻ എളുപ്പത്തിലൊരു മുട്ട മസാല ഉണ്ടാക്കിയാലോ? നല്ല ടേസ്റ്റായിട്ടോ. ഈ ഒരു മുട്ട മസാല കൂട്ടി ചോറ് കഴിക്കാനായിട്ട് മടിയുള്ള ദിവസമൊക്കെ ഇതുപോലൊരു മുട്ട മസാല ഉണ്ടാക്കിയാൽ അത് ധാരാളമാണേ. അതിനുവേണ്ടി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അതൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആയി വരണ്ട. സവാളയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതിയേ. അതിലേക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, അര സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് ആ പൊടികളുടെ പച്ച മണം മാറുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുത്ത് ആ തക്കാളി നല്ലപോലെ വെന്ത് വരുന്നവരെ നമുക്കത് വഴറ്റി കൊടുക്കാവേ. നമുക്കൊരു മസാല പരുവത്തിലാട്ടോ വേണ്ടത്. ആ തക്കാളി ഏകദേശം വെന്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല മസാല പോലെ കിട്ടുവേ. ഇനി ആ മസാല പാനിലേക്ക് ഇതുപോലെ നിരത്തിയിട്ടതിന് ശേഷം നമുക്ക് ഓരോ മുട്ട ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാനിവിടെ 2 മുട്ട എടുത്തേക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില തൂക്കി കൊടുക്കാവേ. മല്ലിയില ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് കറിവേപ്പിലായാലും മതി കേട്ടോ. ഇനി അത് മൂടി വെച്ച് കുക്ക് ചെയ്യാം. പെട്ടെന്ന് റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഒരു സൈഡ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ മുട്ടയൊന്ന് 2 ആക്കാൻ ശ്രമിച്ചു കേട്ടോ, പക്ഷെ ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി. അപ്പം നിങ്ങളത് മറിച്ചിടുമ്പം നല്ല സൂക്ഷിച്ചൊന്ന് മറിച്ചിടണേ. നല്ല ടേസ്റ്റ് കേട്ടോ ഈ ഒരു മുട്ട മസാലയ്ക്ക്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.